2026 മാർച്ച് 21 ശനിയാഴ്ച പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ 22ാം ദിവസം. ഇറാനിലെ നഥാൻസ് ആണവ കേന്ദ്രത്തിന് നേരെ അമേരിക്കൻ ഇസ്രയേൽ സംയുക്ത സേന ആക്രമണം നടത്തിയതായി ഇറാൻ. ഇത് സംബന്ധിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഇറാൻ കാര്യങ്ങൾ ധരിപ്പിച്ചു. നിലയത്തിന് കേടുപാടുകളില്ലെന്നും ആണവ വികിരണ ചോർച്ചയുണ്ടായിട്ടില്ലെന്നുമാണ് ആദ്യഘട്ട റിപ്പോർട്ടുകൾ. സ്ഥിതിഗതികൾ വീക്ഷിച്ചു വരികയാണെന്ന് IAEA അറിയിച്ചു. ഞായറാഴ്ച മുതൽ ഇറാനെതിരായ ആക്രമണം കൂടുതൽ കടുപ്പിക്കുമെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വ്യക്തമാക്കി. പ്രസ്താവനയിലൂടെയാണ് ഇസ്രയേൽ കാറ്റ്സ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇറാനെതിരായ സൈനിക നടപടികൾ ഉടൻ അവസാനിപ്പിച്ചേക്കുമെന്ന സൂചന നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാന്റെ മിസൈൽ ശേഷിയും ആണവശേഷിയും പ്രതിരോധ സംവിധാനങ്ങളും തകർക്കുന്ന ലക്ഷ്യം ഏതാണ്ട് പൂർത്തിയായതായും അതിനാൽ സൈനിക നടപടികൾ നിർത്താൻ സമയമായതായും ട്രൂത്തിൽ ട്രംപ് കുറിച്ചു. മാത്രമല്ല, ഇറാനുമേലുള്ള ഉപരോധത്തിൽ US ഭാഗിക ഇളവ് അനുവദിച്ചിട്ടുണ്ട്. കടലിലെ കപ്പലുകളിൽ കെട്ടിക്കിടക്കുന്ന 14 കോടി ബാരൽ ഇറാനിയൻ എണ്ണ വിപണിയിലെത്തിക്കാനാണ് US ട്രഷറി അനുമതി നൽകിയിട്ടുള്ളത്. ഏപ്രിൽ 19 വരെ 30 ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യും. 30 ദിവസത്തെ ഇളവ് പ്രയോജനപ്പെടുത്താൻ ഇന്ത്യയിലെ 3 റിഫൈനറികൾ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. എണ്ണവില റെക്കോർഡിലേക്ക് പോകുന്നതൊഴിവാക്കാനാണ് അമേരിക്ക ഇളവ് നൽകിയിരിക്കുന്നത്. US ഓഹരി വിപണി നിലവിൽ തകർച്ചയിലാണ്. യുദ്ധം നീണ്ടുപോകുന്നതും ഇന്ധനവില ഉയരുന്നതും നവംബറിൽ നടക്കാനിരിക്കുന്ന മിഡ് ടേം ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡൊണാൾഡ് ട്രംപിനും തിരിച്ചടിയാകും എന്ന് മുന്നിൽ കണ്ടാണ് ഇറാനിയൻ എണ്ണ വിപണിയിലേക്ക് എത്തിക്കാൻ അമേരിക്ക നീക്കം നടത്തുന്നത്. പേർഷ്യൻ പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനുമായി ഫോണിൽ സംസാരിച്ചതായി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും മേഖലയുടെ സ്ഥിരതയ്ക്കുമായി നടപടികൾ വേണമെന്ന സന്ദേശം ഇന്ത്യ കൈമാറിയതായും മോദി പറഞ്ഞു. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളിൽ അടക്കമുണ്ടായ ആക്രമണങ്ങളെ അപലപിക്കുന്നതായും നരേന്ദ്രമോദി. പേർഷ്യൻ പുതുവത്സരാഘോഷവേളയിൽ ഇറാന് പൂർണ്ണ പിന്തുണയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്ത്. ഇറാനിയൻ നേതൃത്വത്തിനുള്ള പിന്തുണ അറിയിക്കുന്നതായും ഇറാന്റെ ആത്മാർത്ഥ സുഹൃത്താണ് റഷ്യയെന്നും വ്ളാഡിമിർ പുടിൻ സന്ദേശത്തിൽ പറയുന്നു. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്നതിനിടെ രൂപയ്ക്ക് കനത്ത തകർച്ച. ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ചയിലെത്തി. 93 രൂപയ്ക്ക് താഴെയാണ് ഡോളറിനെതിരായ വിനിമയ നിരക്ക്. കപ്പൽവേധ മിസൈലുകളുമായി എത്തിയ 2 US വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ അനുമതി നൽകിയില്ലെന്ന് ശ്രീലങ്ക വെളിപ്പെടുത്തി. ജിബൂട്ടിയിലെ US താവളത്തിൽ നിന്ന് 8 കപ്പൽവേധ മിസൈലുകൾ ഘടിപ്പിച്ച 2 വിമാനങ്ങൾക്കാണ് കഴിഞ്ഞ മാസം 26-ന് കൊളംബോ വിമാനത്താവളത്തിൽ ഇറങ്ങാനുള്ള അനുമതി നിഷേധിച്ചതെന്ന് പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പാർലമെന്റിൽ പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിൽ US ഇസ്രയേൽ സഖ്യത്തിനെ പിന്തുണയ്ക്കാത്ത നാറ്റോ രാജ്യങ്ങളെ ഭീരുക്കളെന്ന് പരിഹസിച്ച് ഡൊണാൾഡ് ട്രംപ്. US ഇല്ലെങ്കിൽ നാറ്റോ വെറും കടലാസു പുലിയാണെന്നും സമൂഹ മാധ്യമത്തിൽ ട്രംപ് കുറിച്ചു. ഇതിനിടെ പശ്ചിമേഷ്യയിലെ യുദ്ധം അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് ചൈന ആവശ്യപ്പെട്ടു. പ്രശ്നപരിഹാരം ബലപ്രയോഗത്തിലൂടെ സാധ്യമല്ലെന്നും യുദ്ധം വെറുപ്പിലേക്ക് നയിക്കുമെന്നും ചരിത്രവും യാഥാർത്ഥ്യങ്ങളും അതെന്നും കാണിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് ലിൻ ജിയാങ് പറയുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡീഗോ ഗാർഷ്യ ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ. ഇന്ത്യയ്ക്കും ശ്രീലങ്കയ്ക്കും തെക്കുഭാഗത്തായും ആഫ്രിക്കയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മധ്യഭാഗത്തായുമാണ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. USഉം ബ്രിട്ടനും ചേർന്നുള്ള വലിയ സൈനിക താവളം നിലവിൽ ഡീഗോ ഗാർഷ്യയിലുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ USന്റെ ഏറ്റവും തന്ത്രപ്രധാന കേന്ദ്രമാണ് ഈ ദ്വീപ്. ഇതാണ് ആക്രമിക്കപ്പെട്ടത്. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ ഇതുവരെയായി 8 മരണവും 160 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി UAE അറിയിച്ചു. മരിച്ചവരിൽ UAE ആംഡ് ഫോഴ്സിന്റെ 2 അംഗങ്ങളും ഉൾപ്പെടുന്നു. മാർച്ച് 21-ആയ ഇന്ന് UAE എയർ ഡിഫൻസ് 3 ബാലിസ്റ്റിക് മിസൈലുകളും 8 ഡ്രോണുകളും ഇന്റർസെപ്റ്റ് ചെയ്തു.